നമ്മളിപ്പോൾ പണിയുന്ന എല്ലാ വീടുകളിലും അറിഞ്ഞോ അറിയാതെയോ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ ആളുകൾ പണിയുന്നത്. പലരും എനിക്ക് വാസ്തു ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. ഏറ്റവും പ്രകൃതിദത്തമായി ജീവിക്കുന്നവരാണ്. പ്രകൃതിക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ചെയ്താൽ അതിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്നവരാണ് ആറന്മുളക്കാർ. അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർക്ക് വാസ്തു ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ശിവാരവത്തിൻ്റെ ശിവായനത്തിൻ്റെ ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവിധ നന്ദിയും ഞാൻ കൈകൂപ്പിക്കൊണ്ട് തന്നെ നേരുകയാണ്. വാസ്തുവിദ്യ ഗുരുകുലത്തിൽ നിന്നും ഗവൺമെൻറ് സർവീസിൽ നിന്നും റിട്ടയറായ ശ്രീ AB ശിവൻ സാറിൻ്റെ ശിവായനം എന്നുള്ള ഒരു പ്രോഗ്രാമിൻ്റെ കാര്യം ഇന്നലെ നമ്മുടെ SG ചാനലിൽ വിശദമായിട്ട് അതിൻ്റെ നോട്ടീസ് ഇടുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഇന്ന് നമ്മുടെ വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിൽ വെച്ച് നടന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യവിരുന്നാണ് ഇന്ന് നമ്മൾ SG ചാനലിൽ കാണിക്കുന്നത്. ഈ പരിപാടി ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ആത്മബന്ധം എന്താണെന്ന് പറയുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ SG ചാനലിൽ ചെയ്യുന്നത്. ശിവൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നിരവധി ക്ഷേത്രങ്ങൾ ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ വാസ്തുവിദ്യയ്ക്കും വാസ്തുവിദ്യാ ഗുരുകുലത്തിനും വേണ്ടി മാറ്റിവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ എന്നെന്നും ഓർമ്മിക്കത്തക്ക വിധത്തിൽ ശിഷ്യന്മാർ കൊടുത്ത ഒരു ആദരവ് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ശ്രീ എബിൻ വർക്കി, നമ്മുടെ ബഹുമാനപ്പെട്ട ആറന്മുള MLA ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ച ഈ പ്രോഗ്രാം വളരെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ചെറിയ രീതിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ദൈവാനുഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ്. ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് യുവതലമുറയിൽ അന്യം നിന്ന് പോകുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ അവർക്ക് ഒരു പ്രചോദനമായിരിക്കട്ടെ ഇന്നത്തെ ഈ വീഡിയോ. അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. അഞ്ചാലും നിന്റെ മധ്യേ മരതകമല പോൽ ഭോഗഭോഗീന്ദ്രതൽപേ ചഞ്ചൽ ചില്ലി വിലാസൈ ത്രിഭുവനമഖിലം കാത്തുരക്ഷിക്കുമാദ്യൻ. സാറ് ചെയ്ത വിവിധ ക്ഷേത്രങ്ങളുടെയും മറ്റും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആളുകൾക്ക് ഇടയിലേക്ക് പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അവിടെ എത്തിയവർക്കെല്ലാം അതിനെക്കുറിച്ചിട്ടൊരു അവയർനെസ് കൊടുത്തിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ സാറിൻ്റെ ശിഷ്യഗണങ്ങൾ അവിടെ ഗാനം ആലപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. Vanda
പുസ്തക വിജ്ഞാനമല്ല, മറിച്ച് ജീവിതാനുഭവങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ആത്മീയ ബോധവുമാണ് ഗുരു ശിഷ്യന് പകർന്നു നൽകുന്നത്. അജ്ഞതയാകുന്ന ഇരുട്ടിനെ നീക്കി ജ്ഞാനത്തിൻ്റെ വെളിച്ചം നൽകുന്ന ആളാണ് ഗുരു. ഗുരുവിനോടുള്ള പൂർണ്ണമായ സമർപ്പണവും ബഹുമാനവുമാണ് ഒരു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ടത്. ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ ശിഷ്യനെ സ്നേഹിക്കുകയും അവൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവനെ ഏറ്റവും ഉത്തമനാക്കുന്ന ഒരു മനുഷ്യനായി മാറ്റിയെടുക്കാനും ഗുരു ശ്രമിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ഒരു മുഹൂർത്തത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ചടങ്ങുകളും തുടങ്ങുമ്പോൾ ഒരു ജലധാര വർഷം, അത് ഈ പരിപാടി ഇത്രയും നേരം ഇല്ലായിരുന്നു. നമ്മുടെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു മഹത്തായ കർമ്മത്തോടുകൂടി സുനിൽകുമാർ ഗോണി ഉദ്ഘാടനം ചെയ്ത ശ്രീ അബിൻ വർക്കി സാറ് ഭദ്രദൈവം. ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഗുരു ശിഷ്യ ബന്ധം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു വേദി കൂടിയാണ് നമ്മൾ ഇന്ന് SG ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് പങ്കിട്ടത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഈ പരിപാടിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ.